ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബേഴ്സിനാണ് കൂടുതലും ഉപകാരപ്രദമാകുക. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണുന്നൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കസ്റ്റം തമ്പനെയിൽ എന്ന് പറഞ്ഞാൽ വെരിഫൈ ചെയ്യാനും വേണ്ടി ഇത് ചോദിക്കും. അപ്പം അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയത്തില്ല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നതെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അതിൽ മുകളിൽ കാണുന്ന എഡിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കസ്റ്റം തമ്പനെയിൽ നിന്നുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമിൽ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. വരുന്ന ഇൻ്റർഫേസിൽ മുകളിൽ കാണുന്ന നമ്മുടെ ചാനലിൻ്റെ റൗണ്ടിൽ കാണുന്ന ആ ഒരു ക്ലിക്ക് ചെയ്യുക. അതിൽ കാണുന്ന ഇൻ്റർഫേസിൽ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് മൊബൈൽ സൈറ്റാണുള്ളത്. നിങ്ങളിലത് കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നാവും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അതിൽ ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഫസ്റ്റിൽ അത് സെലക്ട് ചെയ്യുക. ചിലവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയാൽ കണ്ടിന്യൂ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് വരുന്നതാണ്. സെലക്ട് ചെയ്താൽ ഇതിൽ ഫീച്ചേഴ്സ് ദാറ്റ് റിക്വയർ ഫോൺ വെരിഫിക്കേഷൻ എന്നുള്ളത് രണ്ടാമത്തേത് സെലക്ട് ചെയ്തിടുക. എന്നിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്പണായി വരുന്നതാണ്. അതിൽ നിങ്ങൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ കോള് അതോ മെസ്സേജ് ടൈപ്പിലാണോ നിങ്ങൾക്ക് OTP വരേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്യുക. അവിടെ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് അടിക്കുക. പിന്നെ കാണുന്നതിൽ നിങ്ങളുടെ OTP നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ YT സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ചേഞ്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് സേവ് അടിച്ചാൽ സംഗതി ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.